രാവിലെ 4 മണി സമയം കുട്ടിയൊക്കെ അടിച്ച് കുട്ടികളെയും കുത്തിപ്പൊക്കി പെട്ടികളും നുള്ളിപ്പെറുക്കി വണ്ടിയിൽ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. സാധാരണ നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കാറുള്ളത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേക്കണം, രാവിലെ തന്നെ പുറപ്പെടണം എന്നൊക്കെ. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ സാധാരണ 10 മണിയാകും, പോകുമ്പോഴത്തേക്ക് 12, 1 മണിയൊക്കെ ആവാറുണ്ട്. ഇതാണ് സ്ഥിരം സംഭവിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഈ യാത്രയിൽ അത്രയും ലേറ്റായി കഴിഞ്ഞാൽ പണി കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് മാത്രം വെളുപ്പാങ്കാലത്ത് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. കാറിന്റെ സൈഡ് സീറ്റ് നേരെ ഇങ്ങനെ പരപരാന്ന് വെളുത്തു തുടങ്ങുന്നേയുള്ളൂ. ഒളിച്ചേ കണ്ടേന്നും പറഞ്ഞുകൊണ്ട് സൂര്യൻ ചേട്ടൻ ദേ ഇങ്ങനെ എത്തി നോക്കുന്നു. നല്ല അടിപൊളി പാട്ടുകൾ നമ്മുടെ ദുബായ് ക്ലബ് എമ്മിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആഹാ, എന്താ വൈബ്! ഈ പോസിറ്റീവ് വൈബൊക്കെ മോട്ടോർ വേയിലേക്ക് കയറിയപ്പോഴത്തേക്കും എങ്ങോട്ടോ പോയി കേട്ടോ. ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. അവസാനം അവിടെ ചെല്ലുമ്പോൾ ലേറ്റ് ആവുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. അയ്യോ, ഇപ്പോഴാണ് ഓർത്തത്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെയും പറഞ്ഞില്ല അല്ലേ. ഒരു എക്സാമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം UK പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ UK പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിസ എടുത്തിട്ടാണ് പോയത്. 6 മാസത്തെ വിസയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് ഞങ്ങൾ ലണ്ടനിലാണ് കേട്ടോ പോയത്. ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടും അവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയാത്തത് കൊണ്ടും ഞങ്ങൾ ഫ്ലൈറ്റാണ് ആ പ്രാവശ്യം പോയത്. മെട്രോ, ട്യൂബ്, ട്രെയിൻ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ സുലഭമായതുകൊണ്ടും നമുക്ക് യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ലണ്ടനിൽ വെച്ചുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ പിന്നെ ട്രെയിൻ മാഞ്ചസ്റ്ററിൽ പോയി ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു. ഞങ്ങളുടെ UK വിസ തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി കൂടണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾ കാറിനാണ് പോകുന്നത്. അതായത് ഉത്തമ, നമ്മൾ കാറുമായിട്ട് ഫെറിയിൽ കയറി അയർലൻഡിൽ നിന്ന് UK പോവുകയാണ്. 2 ഫെറീസാണ് ഇവിടെ നിന്നുള്ളത്, സ്റ്റെന ലൈനും ഐറിഷ് ഫെറീസും. ഇതിന്റെ രണ്ടിന്റെയും സെയിം റൂട്ടാണ് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡാണ് സ്റ്റെന, ലെഫ്റ്റ് സൈഡ് ഐറിഷ് ഫെറി. തെറ്റിപ്പോകരുത് പോകുമ്പോൾ. സ്റ്റെന ലൈനിന്റെ എൻട്രൻസ് ഗേറ്റിൽ നമ്മളോട് പേര് മാത്രമേ ചോദിച്ചുള്ളൂ, പാസ്പോർട്ടോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പേര് ചോദിച്ച് അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രിന്റ് എടുത്തു തന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഡബ്ലിനിൽ വെച്ച് നമ്മൾ കാറുമായിട്ട് എക്സിറ്റ് ആവുന്ന സമയത്ത് പാസ്പോർട്ടും JNP കാർഡും ചോദിച്ചായിരുന്നു കേട്ടോ. ഈ റോഡുകളെല്ലാം ഓരോ ലൈനായിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നത് 15ാമത്തെ ലൈനിൽ നിൽക്കാനാണ്. എനിക്ക് തോന്നുന്നു വണ്ടികളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട്, ഹൈറ്റും നീളവും ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ ഓരോ ലൈനിൽ നമ്മൾ നിർത്തുന്നത്. അങ്ങനെ നമ്മൾ 15ാമത്തെ നമ്പർ ലൈനിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് ഫെറിക്കകത്ത് കയറുന്നവരെയും ഈ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, 15ാമത്തെ നമ്പർ നോട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. 1 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ടിക്കറ്റിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇടയ്ക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഈവൻ എൻട്രൻസിലാണെങ്കിൽ പോലും വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെയാണ് ചെക്ക് ചെയ്തതും അവർ റെസിപ്റ്റ് തന്നതും. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് നേരെ കപ്പലിലോട്ട് കയറുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു, ലഗേജെല്ലാം വണ്ടിക്കകത്ത് തന്നെ വെച്ചു. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം, അത് കഴിക്കാനുള്ള ആഹാരവും സ്നാക്സോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകണമെങ്കിൽ അവർക്ക് മാറാനുള്ള ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കപ്പലിനകത്തോട്ട് കയറി പോകാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി പോകുന്നത് ഏത് കളർ കോഡിലൂടെയാണെന്ന് ഉള്ളതാണ്. അപ്പോൾ 2 കളർ കോഡാണുള്ളത്, റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ നമ്മൾ റെഡിലൂടെയാണ് പോകുന്നതെങ്കിൽ തിരിച്ച് റെഡ് വഴി തന്നെ വരണം. അത് സ്റ്റെയർ ആണെങ്കിലും ലിഫ്റ്റ് ആണെങ്കിലും റെഡ് കോഡഡ് ആയിട്ടുള്ള ലൈനിൽ കൂടെ തന്നെ വരണം. ഗ്രീനിൽ കൂടെ ആണെങ്കിൽ ഗ്രീനിൽ കൂടെ തന്നെ തിരിച്ച്. ഇതാണ് കേട്ടോ കപ്പലിൻ്റെ ഉൾഭാഗം. കണ്ടു കഴിഞ്ഞാൽ വിശാലമായ ഒരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ചെന്നൊരു പ്രതീതിയല്ലേ തോന്നുന്നത്. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ളതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ലേറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഓൾറെഡി ആൾക്കാരൊക്കെ ഇരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി. ഞങ്ങളായിരുന്നു കേട്ടോ ആദ്യം കയറിയത് കപ്പലിൽ. ഇതിനകത്ത് കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കുട്ടികൾക്ക് ഗെയിമിംഗ് ഏരിയാസ്, മാർക്കറ്റ്സും ഒക്കെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഈ സിറ്റിംഗ് ഏരിയ കൂടാതെ സ്റ്റെന പ്ലസ് ലോഞ്ചും പിന്നെ ഡെക്കുകളും ഉണ്ട്. സ്റ്റെന പ്ലസ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലോഞ്ചാണ്, എക്സ്ട്രാ ഫെയർ ആകും. കോംപ്ലിമെൻ്ററി സ്നാക്സും റിഫ്രഷ്മെൻറ്റ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എനിക്കൊന്ന് ചെയർ റിക്ലൈനിങ് ചെയർസ് ആണെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് യാത്ര. പാക്കേജ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, 8 വയസ്സ് താഴെയുള്ള കുട്ടികൾ അതിനകത്ത് അലൗഡല്ല. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെ 8 വയസ്സ് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഈ ലിവിംഗ് റൂമും അതുപോലെ തന്നെ ക്യാബിൻസും. ലിവിംഗ് റൂം നമുക്ക് ഫ്രീ ആണ് കേട്ടോ, എക്കണോമിയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റിൽ നമുക്ക് ഉള്ള ഇതാണ്, ഫെസിലിറ്റിയാണ് ഈ ലിവിംഗ് റൂം. പിന്നെ ക്യാബിൻസ് എക്സ്ട്രാ ഫെയർ ആണ്. അതിനകത്ത് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. എന്താ പറയുക, ഓരോ ഫെസിലിറ്റീസ് ആഡപ്പ് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഫെയർ കൂടും. ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ മീൽസും മീൽ പ്ലാൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കപ്പലിനകത്ത് വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് തിരിച്ചു വരാം. അകത്ത് കയറിയപ്പം ഒരുവിധം എല്ലാ സീറ്റും ഫുള്ളായിരുന്നു കേട്ടോ. വിൻഡോ സൈഡൊക്കെ പോയി. കംഫർട്ടബിൾ ആയിട്ടുള്ള ടേബിളും അങ്ങനത്തെ എന്താ പറയുക, ഇരിക്കാനുള്ള സൗകര്യമുള്ള ചെയറുകളും ഒക്കെ ഞങ്ങൾക്ക് മിസ്സായി. പിന്നെ കിട്ടിയ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഓരോ കാപ്പിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി സ്നാക്സ് ഒക്കെ കഴിച്ച്, പിന്നെ അതിനകത്ത് ഫ്രീ വൈഫൈ
ഉള്ളത് വലിയ ഉപകാരമായി. ഒന്ന് ജോഹാനും ജോസ്ലിയും അതിനകത്ത് തോണ്ടിയിരുന്നു. എൻ്റെ കെട്ടിയോനും എൻ്റെ കെട്ടിയോനും അവിടെ എന്തൊക്കെയോ ഉരുട്ടുന്നുണ്ട്. പക്ഷേ 8ന്റെ പണി കിട്ടിയത് എനിക്കാണ് ഗൈസ്. ട്രാവൽ സിക്നസ് പണ്ടേ കൂടപ്പിറപ്പായതുകൊണ്ട് ദൂരയാത്ര ചെയ്യുമ്പോഴും ആൻറ്റി സിക്നസ് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോൾ മുതലേ ഓർക്കം തോന്നി ഒരു രക്ഷയില്ല. പക്ഷേ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് ആയിരുന്നില്ല, കാരണം എൻ്റെ തൊട്ടപ്പുറത്ത് അരിശുകാരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ എന്നാൽ പ്രതീക്ഷ പോലെ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ല. വെറുതെ വേലിക്കിരുന്ന പാമ്പിനെ എടുത്ത് തലയ്ക്ക് വെച്ചെന്ന് പറഞ്ഞ കണക്ക് വെറുതെ ഗുളിക കഴിച്ചിട്ട് പോയി. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ, അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഗുളിക കഴിച്ചില്ല. പക്ഷേ അന്ന് ക്ലൈമറ്റ് ഭയങ്കര ബാഡായിരുന്നു, ഭയങ്കര ചാഞ്ചാട്ടമായിരുന്നു, ഗുളിക എടുത്തുമില്ല, കഴിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ പെട്ടു. അതുകൊണ്ട് ട്രാവൽ സിക്നസ് ഉള്ളവർ മറക്കാതെ മെഡിസിൻ കയ്യിൽ കരുതുക, ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഓപ്പൺ ആയി അവർ അനൗൺസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ പോയി അവിടെ ചുമ്മാ തപ്പിപ്പിറക്കി നടന്നു. പിന്നെ എനിക്കൊരു മിഠായി കിട്ടി കേട്ടോ, നമ്മുടെ നാട്ടിലെ മാംഗോ ബൈറ്റ് ഇല്ലേ, അതുപോലെ തന്നെ സെയിം, പക്ഷേ ഇതിനകത്ത് ലെമണിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്കും ഇഷ്ടമായി. ഇരുന്ന് മടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കപ്പലിൻ്റെ മുകളിൽ പോയി അവിടെ കുറച്ച് നേരം നിന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് എനിക്ക് ഒരു പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്ന പോലെയൊക്കെ ആട്ടോ തോന്നിയേ. ഒരു വലിയ ചാഞ്ചാട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തേ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയ ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, സണ്ണി ആയിരുന്നു അന്ന്. പിന്നെ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അന്ന് മൊത്തത്തിൽ. അതുകൊണ്ട് നല്ല രസമായിരുന്നു, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് വിൻഡോ സൈഡിൽ സീറ്റും ടേബിളും ഒക്കെ കിട്ടി. ജോഹാൻകുട്ടൻ പോയപ്പോൾ 2-3 ബുക്കൊക്കെ ആയിട്ടാണ് പോയത്, അതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ലായിരുന്നു. ജോച്ചുവിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ബോറടിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. 3 മണിക്കൂറായിരുന്നു കേട്ടോ നമ്മുടെ ട്രാവൽ ഡ്യൂറേഷൻ. പിന്നെ ജോച്ചിനെയും കൊണ്ട് ഞങ്ങൾ ആർക്കേഡിലൊക്കെ പോയി. അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയമായപ്പോൾ. അപ്പോൾ നമ്മുടെ കപ്പൽ കരയ്ക്കെടുത്തിരിക്കുകയാണ്. ഇറങ്ങി വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയത് റെഡ് ലൈൻ ആയതുകൊണ്ട് തിരിച്ചും ആ റെഡ് ലൈൻ തന്നെ ഫോളോ ചെയ്ത് വന്നു. നമ്മുടെ കാറിൻ്റെ അടുത്തെത്തി. ഇവിടെ വന്നിറങ്ങിയിട്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ചു പോയപ്പോൾ, അതായത് ഹോളിഹെഡിൽ നിന്ന് നമ്മൾ ഡബിളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഹോളിഹെഡിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. വണ്ടിക്കകത്ത് നിച്ചാനെ ഇറക്കി അവർ ഡിക്കിയും അതൊക്കെ ഓപ്പൺ ചെയ്തു, കാറിൻ്റെ അടിഭാഗം ഒക്കെ ചെക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വെയിൽസിന് പോയി. വെയിൽസിലാണ് നിച്ചാൻ്റെ ഫ്രണ്ട് ഉള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫെറി ട്രിപ്പ്. നിങ്ങളും ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഫെറി ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നോക്കാം. www.directferries.in എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം. നമ്മൾ പോകുന്ന ഡേറ്റ്, തിരിച്ചു വരുന്ന ഡേറ്റ്, അഡൽട്സിൻ്റെ എണ്ണം, കുട്ടികളുടെ എണ്ണം, അവരുടെ ഏജ്, ഇത്ര എൻ്റർ ചെയ്യുക. ഹൗ ആർ യു ട്രാവലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കാറുമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൻ്റെ മേക്ക് ഏതാണെന്ന് ചോദിക്കും. മേക്ക് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാർ ഏത് മോഡലാണെന്ന് ചോദിക്കും. അതും ആ ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യുക. കാരണത്ത് പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കും. റൂഫ് ബോക്സോ എക്സ്ട്രാ ലഗേജോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് സാധാരണ നമ്മൾ കാറിനകത്ത് കൊണ്ടുപോകുന്ന ലഗേജുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ ക്യാരവാനോ ട്രെയിലറോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഫെറീസാണുള്ളത്, ഐറിഷ് ഫെറി ഉണ്ട്, സ്റ്റെന ലൈനും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഫെറീസിൻ്റെയും ടൈമും ട്രാവൽ ഡ്യൂറേഷനും അതിൻ്റെ ഫെയറും എല്ലാം വരും. അതിൽ നിന്നും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക. ഐറിഷ് ഫെറി ആണോ സ്റ്റെന പ്ലസ് ആണോ ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ നോർമലായിട്ടുള്ള ടിക്കറ്റ് എക്കണോമിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ഫ്ലെക്സി ആക്കാം, പിന്നെ പ്രീമിയം ആക്കാം. അത് നമുക്കിപ്പം ഇൻ കേസ് നമുക്ക് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, ടിക്കറ്റ് റീഫണ്ട് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ വരുവാണെങ്കിലാണ് നമുക്ക് ഈ ഫ്ലെക്സിയോ അല്ലെങ്കിൽ പ്രീമിയം ടിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. റിക്ലൈനർ ചെയർ, സ്റ്റെന പ്ലസ് ലോഞ്ച്, ക്യാബിൻ, അത് ഇൻസൈഡ് ഉണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഉണ്ട്, പിന്നെ മീൽ പ്ലാൻസ് ഉണ്ട്. അങ്ങനെ കുറേ എക്സ്ട്രാ ഫെസിലിറ്റീസ് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, പേ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ ഈ റിക്ലൈനർ ലോഞ്ചുകളിലോ സ്റ്റെന പ്ലസ് ലോഞ്ചുകളിലോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പം നമുക്കൊന്നെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ക്യാബിൻസ്, ഇത് രണ്ടുമാണ് ഓപ്ഷൻസ്. പിന്നെ നമ്മൾ ബാച്ചിലറായിട്ട് പോകുവാണെങ്കിൽ സ്റ്റെന പ്ലസ് ലോഞ്ച് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.